പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലാബ് നമ്പർ 4 ട്രിഗോണമെട്രിക് ഫങ്ഷൻസ്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ടു ക്രിയേറ്റ് ആൻ അപ്ലെറ്റ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ട്രിഗോണമെട്രിക് ഫങ്ഷൻസ് ആൻഡ് പ്ലോട്ട് ദെയർ ഗ്രാഫ്. നമുക്കറിയാം, ട്രിഗോണമെട്രിക് ഫങ്ഷൻസിന് സർക്കുലാർ ഫങ്ഷൻസ് എന്നുകൂടി ഒരു പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു സർക്കിൾ, യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സർക്കിൾ, യൂണിറ്റ് സർക്കിൾ ഉപയോഗിച്ചിട്ട് ട്രിഗോണമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. ആ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ട്രിഗോണമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് കാണുന്നു. പിന്നീട് മറ്റൊരു ആക്ടിവിറ്റിയിൽ നമ്മൾ ഗ്രാഫ്സ് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലാബിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് 4.1 ആണ് നമ്മളിവിടെ നോക്കുന്നത്, വാല്യൂ ഓഫ് ട്രിഗോണമെട്രിക് ഫങ്ഷൻസ്. ഇവിടെ പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് താഴെ പറയുന്ന ഒരു ചെറിയ സെറ്റിങ്സിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്താൻ പറയുന്നുണ്ട്. ട്രിഗോണമെട്രി ആയതുകൊണ്ട് ഓപ്ഷൻസിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് പോയിട്ട് നമ്മളെ ആംഗിൾ മെഷർമെൻറ്റ് റേഡിയനിലേക്ക് മാറ്റാനാണ് പറയുന്നത്. നോക്കൂ, അഡ്വാൻസ്ഡ് ആംഗിൾ യൂണിറ്റ് റേഡിയനിലേക്ക് മാറ്റാൻ പറയുന്നു. അതായത് ഡിഗ്രിയിലായിരിക്കും ഓൾറെഡി ഉണ്ടാവുക, റേഡിയനിലേക്ക് മാറ്റാനാണ് പറയുന്നത്. എന്നിട്ട് പ്ലോട്ട് പോയിൻ്റ് ഒറിജിൻ പ്ലോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ ശേഷം ഒറിജിൻ സെൻറ്ററായിട്ടൊരു യൂണിറ്റ് സർക്കിൾ, പിന്നീട് ഒരു പോയിൻ്റ് A=10, അതിനുള്ള കമാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് എ സ്ലൈഡർ മിനിമം -10 മാക്സിമം 10 ഇൻക്രിമെൻറ്റ് 0.01. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസിൽ നിങ്ങൾക്കിവിടെ കാണാം. ഓപ്ഷൻസിൽ അഡ്വാൻസ്ഡ്, ഈ അഡ്വാൻസ്ഡ് കണ്ടില്ലേ, അഡ്വാൻസ്ഡിൽ ഇവിടെ ഡിഗ്രിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് റേഡിയനിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഗ്രി ആംഗിൾ യൂണിറ്റ് എന്നുള്ളത് ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ സെറ്റിങ്സ് ചെയ്യാതെ തന്നെ ആൻസർ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യായിരിക്കും നന്നാവുക. കാരണം നമ്മൾ ഉബുണ്ടു വേർഷൻസ് മാറുന്നതിനനുസരിച്ച് വാല്യൂസൊക്കെ മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഒരു ഇനീഷ്യൽ സെറ്റിങ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒറിജിൻ സെൻറ്ററായിട്ടൊരു സർക്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഒറിജിന് ആദ്യം പേര് കൊടുക്കുകയാണ്, O. ഒറിജിൻ്റെ പേര് O=00 എന്ന് ടൈപ്പ് ചെയ്യാണ്. O=0,0. അപ്പോൾ നമ്മളിവിടെ O എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 0 എന്ന് ടൈപ്പ് ചെയ്യരുത് കേട്ടോ. O എന്നാണ് ലെറ്റർ, കോർഡിനേറ്റ്സ് ആണ് 00. ഇനി സർക്കിളിൻ്റെ ടൂൾ എടുക്കുന്നു, യൂണിറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ്, ഈ രണ്ടാമത്തെ ടൂളാണ് എടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. റേഡിയസ് 1 എന്ന് കൊടുക്കുക. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 1 യൂണിറ്റ് ആണ്. ഓക്കെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നൊരു യൂണിറ്റ് സർക്കിൾ ലഭിച്ചു. ഇനി ഒരു പോയിൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്യാപിറ്റൽ A=10. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഇൻപുട്ട് ബാറിൽ ക്യാപിറ്റൽ A= ഓർഡേർഡ് പെയർ 1,0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു പോയിൻ്റ് ഇവിടെ കാണാം. ഇനി ഒരു സ്ലൈഡർ പറയുന്നു, സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മിനിമം -10 ആണ്, മിനിമം -10, മാക്സിമം 10 ആണ്. ഇൻക്രിമെൻറ്റ് 0.01 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു. പിന്നെ സെറ്റ് ദി അനിമേഷൻ ഇൻക്രീസിങ് എന്ന ചെറിയൊരു ഡയലോഗ് ഇവിടെ കാണുന്നുണ്ട്. നോക്കൂ, ഇതൊക്കെ കണ്ടോ, ക്രിയേറ്റ് എ നമ്പർ സ്ലൈഡർ പറഞ്ഞതിൻ്റെ ശേഷം അവസാനം സെറ്റ് ഇറ്റ്സ് അനിമേഷൻ ആസ് ഇൻക്രീസിങ് എന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഈ സ്ലൈഡർ ഉണ്ടാക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇവിടെ അനിമേഷൻ കണ്ടോ, ഇതിൻ്റെ അനിമേഷൻ, അതായത് ഇവിടെ അനിമേഷൻ കണ്ടില്ല, അതിൻ്റെ സ്പീഡ്, പിന്നെ റിപ്പീറ്റ്. ഈ റിപ്പീറ്റിൻ്റെ സ്ഥാനത്ത് ഇവിടെ പോയിട്ട് ഇൻക്രീസിങ് എന്നാക്കുക. ഓസിലേറ്റിങ്ങിലാണ് നിൽക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസിങ് എന്നാക്കി കൊടുക്കുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് ഇൻക്രീസിങ് ആക്കി ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് റൊട്ടേറ്റ് ദി പോയിൻ്റ് A യൂസിങ് ദി കമാൻഡ് റൊട്ടേറ്റ് AO. അതായത് ഈ A എന്ന് പറയുന്ന പോയിൻറ്റിനെ നമ്മൾ ഈ സ്ലൈഡർ നീക്കുന്നതിനനുസരിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയുള്ള കമാൻഡാണ് റൊട്ടേറ്റ്. അപ്പോൾ ഇവിടെ റൊട്ടേറ്റ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. റൊട്ടേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ രണ്ടാമത്തെ ഐറ്റം
റൊട്ടേറ്റ് ഒബ്ജക്റ്റ് ആംഗിൾ പോയിൻറ്റ് ഇതെടുക്കുന്നു. അത് ഏത് ഒബ്ജക്റ്റാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എനെ റൊട്ടേറ്റ് ചെയ്യിക്കണം. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ സ്ലൈഡറാണ്. ഈ സ്ലൈഡറാണ് നമ്മൾ ആംഗിൾ. സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ എബൌട്ട്, ആർക്ക് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്? ഓക്ക് ചുറ്റുമാണ്. അപ്പോൾ ഓ എന്ന് ടൈപ്പ് ചെയ്യുക, ഒരിക്കലും 0 എന്ന് ടൈപ്പ് ചെയ്യരുത് കേട്ടോ. ഓ എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ അത് ആംഗിൾ മാറുന്നത് കണ്ടില്ലേ? നമ്മൾ 0യിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ 0. ഇനി നമ്മളിങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ച് റേഡിയൻ മെഷറിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേരിപ്പോൾ എ ഡാഷ് എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് റീനെയിം ചെയ്തിട്ട് പി എന്നാക്കുന്നു. റീനെയിം ചെയ്യുക കേട്ടോ, റീനെയിമാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയാൽ റീനെയിമിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് പി എന്ന് കൊടുക്കുന്നു. AOP എന്ന് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അവസാനമായിട്ട് ഇതിൽ പറഞ്ഞത് ജോയിൻ OP യൂസിങ് ലൈൻ സെഗ്മെൻറ്റ്, ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സ് ഫോർ സ്ലൈഡർ എ. 2 കാര്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. ജസ്റ്റ് ഒരു ലൈൻ സെഗ്മെൻറ്റ് എടുത്തിട്ട് OP ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ലേബൽ നമുക്ക് ആവശ്യമില്ല, ലേബൽ ഒഴിവാക്കുന്നു. പിന്നീട് പറഞ്ഞത് ഒരു ഇൻപുട്ട് ബോക്സ് അല്ലേ, ഇതാ ഇൻപുട്ട് ബോക്സ് എടുത്തിട്ട് സ്ലൈഡറിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എ എന്ന് കൊടുക്കുകയാണ്. സ്ലൈഡറിൻ്റെ പേര് എ ആണ്. എയുമായിട്ട് ലിങ്ക് ചെയ്യണം. ഈ ലിങ്കിങ് നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, എയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ആദ്യത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ചൊന്ന് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മീഡിയം കളറ് റെഡാക്കുന്നു. സ്റ്റൈല് ഇത്ര സ്റ്റൈല് 5 മതിയാവും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലൈഡറിൻ്റെ ഇൻപുട്ട്. ഇനി നമുക്ക് സ്ലൈഡർ ഒന്നെങ്കിൽ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് വാല്യൂ കൊടുത്താൽ, ഇപ്പോൾ ഇവിടെ 1 എന്ന് കൊടുത്താൽ സ്ലൈഡർ കറക്റ്റ് 1ൽ പോയി നിന്നോളും. കണ്ടോ, സ്ലൈഡർ 1. അപ്പോൾ സ്ലൈഡറിൻ്റെ വാല്യൂ തന്നെയാണ് ഇവിടെ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ കൊടുക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് നീങ്ങാം. Animate the slider, observe the coordinates of the point P, hence find the domain and range of sin x and cos x. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പിയുടെ കോർഡിനേറ്റ്സ് ഒന്ന് നമുക്ക് ജസ്റ്റ് കാണിക്കാം കേട്ടോ. പിയുടെ കോർഡിനേറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നെയിം ആൻഡ് വാല്യൂ, എപ്പോഴും കോർഡിനേറ്റ്സ് കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നെയിം ആൻഡ് വാല്യൂ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ട്രിഗോണോമെട്രിക് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഈ പിയുടെ കോർഡിനേറ്റ്സ്, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് ഓഫ് ദി ആംഗിൾ ആയിരിക്കും. ഈ OP ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ കൊസൈൻ ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ ഓഫ് ദി ആംഗിൾ ആയിരിക്കും. അതായത് AOP ആണ് നമ്മുടെ ആംഗിൾ, ഇപ്പോൾ 1 റേഡിയൻ ആണ്. അപ്പോൾ ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് കൊസൈനും വൈ കോർഡിനേറ്റ് സൈനും, സൈൻ ഓഫ് ദി ആംഗിൾ AOP ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതാണ് ഈ സർക്കുലർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതാണ്. കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, കോസ് തീറ്റ സൈൻ തീറ്റ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് കോസ് 1ഉം സൈൻ 1ഉം ആണ്. റേഡിയലിൽ പറയുമ്പോൾ കോസ് 1 സൈൻ 1. കോസ് 1 ആണ് 0.54. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഓൾജിബ്രയിൽ നിങ്ങൾക്ക് വാല്യൂസ് കാണാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മൾക്കതിൻ്റെ അപ്ലെറ്റിൻ്റെ ആവശ്യമില്ല. സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എല്ലാവർക്കും അറിയാം. സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 6ആണ്. കോസ് എക്സിൻ്റെ ഡൊമെയിനും 6ആണ്. റേഞ്ച് നമുക്കറിയാം -1 മുതൽ +1 വരെയാണ് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഒക്കെ റേഞ്ച്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് ഇത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നീക്കി നോക്കുമ്പോൾ മനസ്സിലാവും 0, 1 ഒക്കെ -1 എല്ലാം ഇതിൽ സംഭവിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു ടാബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഡിഫറെൻ്റ് ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. π/3, π/4, π/6, 0.3. ഇതെല്ലാം റേഡിയൻ മെഷേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ മെഷേഴ്സിനും കണക്കാക്കിയിട്ടുള്ള സൈനിൻ്റെ വാല്യൂ, കോസിൻ്റെ വാല്യൂ. അപ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ചിത്രത്തിൽ, ഈ യൂണിറ്റ് സർക്കിളിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കൊസൈനും കോസ് വാല്യൂ, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ വാല്യൂമാണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ ടേബിളിൽ പൈ വരുന്ന ഒരു 2 ഐറ്റം ചെയ്യും, അതുപോലെ നമ്പർ വരുന്ന 1, 2 ഐറ്റംസ് ചെയ്യും. ബാക്കി നിങ്ങൾ ലാബിൽ കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ π/3 നോക്കുകയാണ്. ഇവിടെ π/3 നമുക്ക് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ π/3 എന്ന് ടൈപ്പ് ചെയ്യാൻ ജസ്റ്റ് pi/3 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. π/3ക്ക് നമ്മൾ സിമ്പിളായിട്ട് π/3 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന പിയുടെ കോർഡിനേറ്റ്സ്, അപ്പോൾ ആദ്യം നിങ്ങൾ കാണുന്നത് കോസ് π/3 ആണ്. ഓക്കെ, കോസ് π/3 ആണ് 0.5. രണ്ടാമത് കാണുന്ന വൈ കോർഡിനേറ്റ് ആണ് സൈൻ എന്ന് പറയുന്നത് 0.87 ആണ്. ഇവിടെയും നിങ്ങൾക്ക് കാണാം കേട്ടോ 0.87. അപ്പോൾ സൈൻ π/3 എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ആണ് 0.87.
87 കിട്ടും. കോസ് എന്ന് പറയുന്നത് 0.5. ഓക്കെ, ഇത് എക്സ് കോർഡിനേറ്റ് ആണ് കോസ്, മറക്കരുത്. എക്സ് കോർഡിനേറ്റ് ആണ് കോസ് എഴുതേണ്ടത്. π/3 കഴിഞ്ഞു. ഇനി ഞാൻ π/3, π/4, π/6 ഇതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക, ചെയ്ത് നോക്കാം. ഇനി വേറെ നമ്പർ കൊടുക്കുന്നു. ഞാൻ 0.3 ആണ് അടുത്ത് ചെയ്യുന്നത് കേട്ടോ. 0.3 ഇവിടെ 0.3 കൊടുക്കുന്നു. 0.3 എന്ന് കൊടുക്കുന്നു. എൻ്റർ ചെയ്യണം. എൻ്റർ അടിക്കൽ നിർബന്ധമാണ്. എൻ്റർ അടിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പിയുടെ കോർഡിനേറ്റ്സ് ഇവിടെ ജിയോജിബ്രയിൽ കാണാം, ഇവിടെയും കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ആരാ? കോസാണ്. കോസ് 0.3 ആണ് 0.96. അപ്പോൾ കോസ് ഞാൻ ആദ്യം എഴുതുന്നു 0.96. രണ്ടാമത് കാണുന്നത് 0.3 ആണ്. ഇവിടെയല്ല, സോറി, ഇവിടെയല്ല. 0.96 ആണ് കോസ് വാല്യൂ, 0.3 ആണ് സൈൻ വാല്യൂ. ഇനി ഞാൻ ലാസ്റ്റ് ഒരു നമ്പറും കൂടെ എഴുതാം. ഈ ഒരു 7.5 ചെയ്യാം കേട്ടോ. 7.5 ഇതാ ഇവിടെ 7.5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഏത് ആംഗിളും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. 7.5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ എക്സ് കോർഡിനേറ്റ് ആണ് 0.35. ഓക്കെ, 0.35 ആണ് കോസ് വാല്യൂ. അതേപോലെ ഇതാ സൈൻ വാല്യൂ എന്ന് പറയുന്നത് 0.94. ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സ് കോർഡിനേറ്റ് ആണ് കോസ് വാല്യൂ, വൈ കോർഡിനേറ്റ് ആണ് സൈൻ വാല്യൂ. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിഫൈ ദ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ 0, 1, -1. സൈനും കോസും ഒക്കെ 0യും -1ഉം 1 ഒക്കെ വരുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ 0യിൽ സെറ്റാക്കി എന്ന് വിചാരിച്ചോ. അതാ ഇവിടെ ഈ കോസ് വാല്യൂ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എപ്പോഴാണ് 0 വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, ഇവിടെ കണ്ടോ, ഇപ്പോൾ ഇവിടെ സൈൻ വാല്യൂ ആണ് 0 വന്നത് കണ്ടോ. രണ്ടാമത്തെ കോർഡിനേറ്റ് അല്ലേ സൈൻ വാല്യൂ. അപ്പോൾ സൈൻ വാല്യൂ 0 എന്ന് വരുന്നത് 0യിലാണ് വരുന്നത്. പിന്നെ സൈൻ വാല്യൂ 0 വരുന്നത് പൈയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 0യിൽ വരും, പൈയിൽ വരും. അതേസമയം ഇവിടെ കോസ് വാല്യൂ 1 വന്നത് നോക്കൂ. കോസ് വാല്യൂ 1 വന്നത് 0യിലാണ്, 0യിൽ വരുന്നുണ്ട്. ബാക്കി മൂവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോസ് വാല്യൂ 1 വരുന്നത് 0യിൽ വരുന്നുണ്ട് അല്ലേ. ഒരു വാല്യൂ തൽക്കാലം നമ്മൾ ഒരു വാല്യൂ എഴുതുക കേട്ടോ. സൈൻ 0 വരുന്നത് 0യിലാണ്. കോസ് വാല്യൂ 1 വന്നത് 0യിലാണ്. ഇനി സൈൻ എക്സ് 1 വരുന്ന ആംഗിൾ നിങ്ങൾക്ക് അറിയാലോ. സൈൻ 90 ആണ് 1. സൈൻ 3π/2 ആണ് -1. നോക്കാം, -1 വരുന്നത് നമുക്ക് നോക്കാം. ഇങ്ങനെ പോയിട്ട് ഇതാണ് -1. സൈൻ്റെ വാല്യൂ ഇതാണ് -1 വന്നിട്ടുണ്ട് കണ്ടോ. രണ്ടാമത്തേതല്ലേ സൈൻ വാല്യൂ -1 വരുന്നത് 3π/2 ആണ്. അതെല്ലാം നമുക്ക് ചിത്രം നോക്കാതെ തന്നെ എഴുതാൻ പറ്റും. 3π/2ൽ -1 വരും. കോസ് എക്സ് 0 വരുന്നത് കോസ് π/2ലാണ് 0 വരുന്നത്. കോസ് എക്സ് 1 വരുന്നത് 0യിലാണ്. കോസ് എക്സ് -1 വരുന്നത് പൈയിലാണ്, കോസ് പൈ ആണ് -1. അതൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് സൈൻ എക്സ് 0 വരുന്നത് എക്സിൻ്റെ വാല്യൂസാണ് 0. സൈൻ എക്സ് 1 വരുന്നതാണ് സൈൻ 90 ആണ് 1. സൈൻ എക്സ് -1 വരുന്നത് എപ്പോഴാണ്? 3π/2ലാണ്. കോസ് എക്സ് 0 വരുന്നത് 90യിലാണ്. അതാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ അപ്ലെറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കതൊക്കെ പരിശോധിക്കാം. ഇതിൽ 4.2 എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് ട്രിഗോണോമെട്രി ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം f(a)കളുടെ കളക്ഷൻസിന് പറയുന്ന പേരാണ് ഗ്രാഫ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സേവ് ദി ഫയൽ ആക്ടിവിറ്റി 4.1 ആസ് 4.2 യൂസിങ് സേവ് ആസ് ഓപ്ഷൻ, ഓപ്പൺ ഗ്രാഫിക്സ് 2, വ്യൂ ഗ്രാഫിക്സ് 2, പ്ലോട്ട് ദി പോയിൻ്റ് ബി. ഈ ഒരു പ്ലോട്ടിംഗ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. b = a(y)(p). ഓക്കെ, എന്നിട്ട് ആ പോയിൻറ്റിനൊരു ട്രേസ് കൊടുക്കാൻ പറയുകയാണ്, അനിമേറ്റ് ചെയ്യാനും പറയുകയാണ്. ഓക്കെ, ഞാൻ ഈ ഫയലൊന്ന് സേവ് ചെയ്യാണ്. എങ്ങനെ ഫയൽ സേവ് ചെയ്യുക? ഫയൽ സേവ് ആസ് ഇങ്ങനെ ചെയ്യുക. സേവ് ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ 4.2 അങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം. തൽക്കാലം ഞാനത് സേവ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ 4.2 എന്നൊക്കെ പേര് കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് നടിച്ചാൽ ഇത് സംഭവം സേവ് ആവും. ഇവിടെ സേവ് എന്ന് കൊടുത്താൽ അത് സംഭവം സേവ് ആവും. ഇപ്പോൾ ഇതിൻ്റെ പേര് 4.2 എന്നായിട്ടുണ്ട് കണ്ടോ. അങ്ങനെയാണ് ഫയൽ സേവ് ചെയ്യുന്നത്.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രാഫിക്സ് 2 ഓപ്പൺ ആക്കിയിട്ട് ഈ ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം ഗ്രാഫിക്സ് 2 ഓപ്പൺ ആക്കാതെ ഇതേ വ്യൂവിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഒന്ന് ക്ലിയർ ആയതിൻ്റെ ശേഷം ഞാൻ ഗ്രാഫിക്സ് 2ൽ രണ്ടാമത് ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇൻപുട്ട് ബാറിൽ ഒരു പോയിൻ്റ് കൊടുക്കുകയാണ്. ബി, ക്യാപിറ്റൽ ബി എന്നാണ് പേര്. ബി ഈക്വൽ ടു സ്മോൾ എ എന്ന് പറഞ്ഞാൽ സ്ലൈഡറാണ്. പിന്നീട് വൈ ഓഫ് പി, വൈ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്ററിൽ അടിക്കണം. വൈ കോർഡിനേറ്റ് ഓഫ് പി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, വൈ ഓഫ് പിയുടെ മീനിങ് വൈ കോർഡിനേറ്റ് ഓഫ് പി. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ബി എന്ന് പറയുന്ന പോയിൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബി എന്ന് പറയുന്ന പോയിൻറ്റ്, ബിയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യിക്കരുത്. സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബി എന്ന് പറയുന്ന പോയിൻറ്റ് മൂവ് ആവും. ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാ ബി എന്ന് പറയുന്ന പോയിൻറ്റ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ. ഇനി പറഞ്ഞിരിക്കുന്നത് ബിയുടെ ട്രേസ് ഓൺ ആക്കാനാണ് പറഞ്ഞത്. ട്രേസ് ഇതാ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്താൽ ട്രേസ് ഓൺ ഉണ്ടാവും. അതിൻ്റെ ശേഷം ഈ സ്ലൈഡറില്ലേ, സ്ലൈഡറിൻ്റെ അനിമേഷൻ ഓൺ ആക്കുക. അനിമേഷൻ ഓൺ ആക്കുക നമ്മളിതിങ്ങനെ മൂവ് ചെയ്യിക്കുന്നതിന് പകരം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യാനാണ് അനിമേഷൻ ഓൺ ആക്കുന്നത്. അങ്ങനെ ഓൺ ആക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഞാൻ ഇതൊന്ന് സൂം ഔട്ട് ആക്കാം കേട്ടോ. സൂം ഔട്ട് ആക്കാം, ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ആക്കാം. സൂം ഔട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ബി എന്ന് പറയുന്ന പോയിൻ്റ് മൂവ് ചെയ്യുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം. ബിയുടെ പ്രത്യേകത, ബി എന്ന് പറഞ്ഞ ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താ? അത് വൈ കോർഡിനേറ്റ് ഓഫ് പി ആണ്. എന്താണ് വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറയുമ്പോൾ സംഭവം? വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ദി ആംഗിളാണ്. അപ്പോൾ ആക്ച്വലി ഈ ബി പോകുന്ന പാത്ത് എന്ന് പറയുന്നത്, ബി ട്രേസ് ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് സൈനെക്സിൻ്റെ ഗ്രാഫാണ്. കണ്ടോ, സൈനെക്സിൻ്റെ ഗ്രാഫ് വരക്കാൻ നമ്മൾ ട്രേസ് ചെയ്യേണ്ടത് വൈ കോർഡിനേറ്റ് ഓഫ് പി ആണ് ട്രേസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ? അപ്പം സൈനെക്സിൻ്റെ ഗ്രാഫാണ് ഇവിടെ നിങ്ങൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഒബ്സർവ് ദി പാത്ത് ഓഫ് ദിസ് പോയിൻറ്റ്, വാട്ട് ഡസ് ദിസ് പാത്ത് റെപ്രസെൻറ്റ്. അപ്പോൾ വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. വൈ കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ സൈനെക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഒബ്സർവ് ദി പാത്ത് എന്ന് പറഞ്ഞാൽ പാത്ത് റെപ്രസെൻറ്റ് ഗ്രാഫ് ഓഫ് സൈനെക്സ് എന്ന് എഴുതിയാൽ മതി. ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈനെക്സ്. സൈനെക്സിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ ഇവിടെ ട്രേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിയുടെ ഡെഫിനിഷൻ മാറ്റാനാണ്. 4.2ൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ദി ഡെഫിനിഷൻ ഓഫ് ബി ആസ് എക്സ് ഓഫ് പി. ബിയുടെ ഡെഫിനിഷൻ മാറ്റിയിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായ ഗ്രാഫുകൾ വരക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അടുത്ത ആക്ടിവിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതേ സ്ക്രീനിൽ തന്നെ ചെയ്യാണ്. കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചിട്ട് ബി, ഇതാണ് നമ്മുടെ ബി. ഞാൻ കുറച്ച് ഇങ്ങോട്ട് കാണുന്ന രൂപത്തിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ ബി. ഓക്കെ, ബിക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുകയാണ്. ഇതാ ഇൻപുട്ട് ബോക്സ് ഫോർ ബി. അപ്പോൾ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബി തന്നെ പേര് കൊടുക്കുക. ബി എന്ന് പേര് കൊടുത്ത് ബി ഈക്വൽ ടു ബിയുമായിട്ട് ലിങ്ക് ചെയ്യുക. ബിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ബിക്ക് ഒരു ഇൻപുട്ട് ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനൊരു ഇത്തിരി വലുതാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ബി ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് സ്മോളല്ല മീഡിയം ആക്കിയിട്ടുണ്ട്. ഇതാണ് ബി. ഇപ്പോൾ ബിയുടെ ഡെഫിനിഷൻ നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, വൈ ഓഫ് പിയിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ അടുത്തത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് 4.2ൽ പറഞ്ഞിരിക്കുന്നത് 4.3ലേക്ക് പോവുകയാണ് നമ്മൾ. ഇതാ ഇതിൽ ഓപ്പൺ ദി ആക്ടിവിറ്റി 4.2 സേവ് ആസ് 4.3 എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. ഇത് സേവിങ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കി ഡെഫിനിഷൻ എക്സ് ഓഫ് പി എന്നാക്കുന്നു കേട്ടോ. വൈ ഓഫ് പിക്ക് പകരം നമ്മൾ എക്സ് ഓഫ് പി എന്ന് കൊടുക്കുന്നു, അതായത് എക്സ് കോർഡിനേറ്റ് ഓഫ് പി. അപ്പോൾ നിങ്ങൾ പറയൂ, ഇനി ഞാൻ ആനിമേഷൻ ഓണാക്കിയാൽ ഈ വരക്കുന്ന ഗ്രാഫ് ബി പോകുന്ന പാത്ത് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് ഓഫ് പി ആയിരിക്കും. എന്താണ് എക്സ് കോർഡിനേറ്റ് ഓഫ് പി? അത് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. നമുക്ക് വേണമെങ്കിൽ ആനിമേറ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആനിമേഷൻ ഓണാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രാഫ്, അതായത് ബി എന്ന് പറയുന്ന പോയിൻ്റ് പോകുന്ന പാത്ത് കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. കണ്ടോ, കോസ് 0 അല്ലേ 1, കോസ് എക്സിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ സൂം ഔട്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഇത് 10 വരെ പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. സ്ലൈഡർ 10 വരെ പോകുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രാഫ് എക്സ് കോർഡിനേറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ബിയുടെ ഡെഫിനിഷൻ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യസ്തങ്ങളായ ഗ്രാഫ് കിട്ടും. ഇവിടെ എന്താ എഴുതുക? ഒബ്സർവ് ദി പാത്ത് ഓഫ് ദി പോയിൻറ്റ്, വാട്ട് ഡസ് ദിസ് പോയിൻറ്റ് റെപ്രസെൻറ്റ്. ഇവിടെ എഴുതേണ്ടത് ഗ്രാഫ് ഓഫ് കോസ് എക്സ് എന്ന് എഴുതിയാൽ മതി. കോസ് എക്സിൻ്റെ ഗ്രാഫാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അടുത്തത് നോക്കൂ, റീഡിഫൈൻ ബി ആസ് എ 1/y ഓഫ് പി. ഒബ്സർവ് ദി പാത്ത് ഓഫ് പി ആൻഡ് ഐഡൻറ്റിഫൈ ദി ഫങ്ഷൻ.
1/y(y) എന്ന് പറഞ്ഞാൽ 1/y(y) എന്ന് പറഞ്ഞാൽ സൈൻ അല്ലേ, y(y) എന്ന് പറഞ്ഞാൽ സൈനാണ്. അപ്പോൾ 1/sin എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൊസീക്ക് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഡെഫിനിഷൻ മാറ്റുന്നു, ഞാൻ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് അടിക്കുന്നു, എന്നിട്ട് 1/y(y) എന്ന് കൊടുക്കുന്നു. സിമ്പിളായിട്ട് കൊടുത്താൽ മതി കേട്ടോ. 1/y(y) എന്ന് അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇനി ഞാൻ ട്രേസ് ഓൺ ആക്കുന്നു, അനിമേഷൻ ഓൺ ആക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രാഫ് 1/y(y) എന്ന് പറഞ്ഞാൽ സൈൻ ആണല്ലോ. അപ്പോൾ 1/sin x എന്ന് പറഞ്ഞാൽ കൊസീക്ക് എക്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ ദിസ് റെപ്രസെൻറ്റ് f of x is equal to cosec x. This represent f of x is equal to cosec x. എങ്ങനെ cosec x എന്ന് മനസ്സിലായത്? ഇത് നിങ്ങൾക്കറിയാം, ഇത് സൈനാണ്. 1/sin എക്സിൻ്റെ ഗ്രാഫാണ് വരക്കുന്നത്. 1/sin x എന്ന് പറഞ്ഞാൽ cosec x ആണ്. നെക്സ്റ്റ് ഞാൻ ചോദിക്കട്ടെ, റീഡിഫൈൻ b as y(p/x) and observe the path, identify the function. ഇവിടെ y(p/x) എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഗ്രാഫാണ്? y(p) എന്ന് പറഞ്ഞാൽ sin x ആണ്, x(p) എന്ന് പറഞ്ഞാൽ cos x ആണ്. സോ sin x/cos x എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാഫ് ഏതാണ്? ഗ്രാഫ് വിൽ ബി ഗ്രാഫ് ഓഫ് f of x is equal to sin x/cos x എന്ന് പറഞ്ഞാൽ tan x. അപ്പോൾ tan xൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ y(p/x) എന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് ഇത് സ്റ്റോപ്പ് അടിക്കുന്നു. ഇവിടെ y(p/x) ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. y(p/x). ശ്രദ്ധിക്കേണ്ട കാര്യം, p ക്യാപിറ്റൽ ലെറ്റർ ആണ്, എക്സും y എല്ലാം സ്മോൾ ലെറ്റർ ആണ്. p പോയിൻ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആണ്, എക്സും വൈയും എല്ലാം സ്മോൾ ലെറ്റർ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും അനിമേഷൻ ഓൺ ആക്കുന്നു. കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രാഫ് നിങ്ങൾക്കറിയാം tan xൻ്റെ ഗ്രാഫാണ്. tan x. ഓക്കെ, tan xൻ്റെ ഗ്രാഫ് ശ്രദ്ധിച്ച് നോക്കൂ. tan xൻ്റെ ഗ്രാഫാണ്, കാരണം sin x/cos x ആണ്. ഓക്കെ, ഇനി വാട്ട് ഷുഡ് ബി ദി ഡെഫിനിഷൻ ഓഫ് ബി? നോക്കൂ, വാട്ട് ഷുഡ് ബി ദി ഡെഫിനിഷൻ ഓഫ് ബി ഫോർ ഗെറ്റിംഗ് sec x? sec x എന്ന് ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതിൻ്റെ ഗ്രാഫ് വരക്കണം? sec x കിട്ടണമെങ്കിൽ 1/cos x വരക്കണം. 1/cos x. അപ്പോൾ നമ്മൾ എങ്ങനെ ബി ഡിഫൈൻ ചെയ്യേണ്ടത്? സ്മോൾ എ. ഇനി ഇവിടെ അത് കൊടുക്കണം, 1/cos x വരണം അല്ലേ. 1/cos x എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത്? 1/x of p. cos എന്ന് പറഞ്ഞാൽ x of p അല്ലേ. അപ്പോൾ b = a 1/x of p കൊടുത്താൽ സ്വാഭാവികമായിട്ടും നമുക്ക് sec x കിട്ടും. cot x ലഭിക്കണമെങ്കിലോ? cot x എന്ന് പറഞ്ഞാൽ ആരാ? cot x എന്ന് പറഞ്ഞാൽ cos x /sin x ആണ്. സോ നമ്മൾ b എങ്ങനെ എഴുതണം? a, cos എന്ന് പറഞ്ഞാൽ x of p /sin എന്ന് പറഞ്ഞാൽ y of p. അപ്പോൾ നിങ്ങളിത് ഇൻപുട്ടൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സും വൈ എല്ലാം സ്മോൾ ലെറ്റർ ആണ്. എക്സ് സ്മോൾ ലെറ്റർ, വൈ സ്മോൾ ലെറ്റർ, പി ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ ലാബിലുള്ളൂ. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഗ്രാഫ് വരക്കാൻ പറഞ്ഞത് പിന്നെ ഗ്രാഫിക്സ് 2ലാണ് വരക്കാൻ പറഞ്ഞത്. ഗ്രാഫിക്സ് 2 ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം ആദ്യം കേട്ടോ. ഈ ബി ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ബി ഡിലീറ്റ് ചെയ്തു. ഈ ഗ്രാഫ് ഒന്ന് ഒഴിവാക്കി. ഈ സ്ലൈഡറൊക്കെ ഇവിടെ ഉണ്ട്, ഇതൊന്നും ചെയ്യേണ്ട. ഗ്രാഫിക്സ് 2ൽ വരക്കാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യുമ്പം ഗ്രാഫിക്സ് ഇതിന് പറയുന്ന പേര് ഗ്രാഫിക് 1 ആണ്. ഇതാ വ്യൂവിൽ നോക്കിയാൽ മനസ്സിലാവും. ഗ്രാഫിക്സ് കണ്ടോ, ഇത് ഗ്രാഫിക്സ് 1 ആണ്. നമ്മളിപ്പോൾ ഗ്രാഫ് വരച്ചത് ഗ്രാഫിക്സ് 1ലാണ്. വേണമെങ്കിൽ ഗ്രാഫിക്സ് 2ലേക്ക് നമുക്ക് ഗ്രാഫ് വരക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വ്യൂവിൽ പോയിട്ട് ഗ്രാഫിക്സ് 2 ഓൺ ആക്കുന്നു. ഇത് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല. ഗ്രാഫിക്സ് 1ലും നിങ്ങൾക്ക് ചെയ്യാം, ഗ്രാഫിക്സ് 2ലും ചെയ്യാം കേട്ടോ. നോക്കൂ, ഗ്രാഫിക്സ് 2 ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഇവിടെ വരും. കണ്ടോ, ഒരു പുതിയ വിൻഡോ വന്നില്ലേ, ഒരു പുതിയ ഗ്രാഫിക്സ് വ്യൂ. ഇതാണ് ഗ്രാഫിക്സ് 2ൻ്റെ വ്യൂ. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ആക്കാം. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിക്സ് 1 ഇത് ഗ്രാഫിക്സ് എന്ന് കാണാം, ഗ്രാഫിക്സ് 2 എന്ന് കാണാം. ഇനി നമുക്ക് ഞാൻ കുറച്ചൊന്ന് സൂം ആക്കാം കേട്ടോ. സൂം ഇൻ ആക്കിയിട്ട്, ഇത് യൂണിറ്റ് സർക്കിളാണ്. നമ്മളെ സ്ലൈഡർ ഇവിടെ ഉണ്ട്, ഇൻപുട്ട് ബോക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇതിലാണ് ഗ്രാഫ് വരക്കേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫിക്സ് 2ൽ ക്ലിക്ക് ചെയ്യുക. ഗ്രാഫിക്സ് 2ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ബോൾഡ് ആവും. ഇനി നമ്മൾ ഇൻപുട്ട് ബാറിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ ഇവിടെയാണ് അത് അപ്പിയർ ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുത്താൽ അതിൻ്റെ ഇൻപുട്ട് ഇവിടെയാണ് വരിക.
ഓക്കെ. അപ്പോൾ ഗ്രാഫിക്സ് ടൂൽ വരണമെങ്കിൽ നമ്മൾ ആദ്യം ഗ്രാഫിക്സ് ടൂൽ ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഇൻപുട്ടിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ ബി എന്ന് പറയുന്ന പോയിൻ്റ് നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ബിയുടെ ഡെഫിനിഷൻ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ബി ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് സൈൻ്റെ ഗ്രാഫ് വരയ്ക്കണമെന്ന് വിചാരിച്ചോ, എ കോമ സൈൻ എന്ന് പറഞ്ഞാൽ വൈ അല്ലേ, വൈ ഓഫ് പി എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എൻ്റർ അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന പോയിൻ്റ് കാണാൻ സാധിക്കും. ഇതാ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് കണ്ടോ, ഗ്രാഫിക്സ് ടൂല് വന്നത് കണ്ടോ നിങ്ങൾ. ബി എന്ന് പറയുന്ന പോയിൻ്റ് കുറച്ചും ഇങ്ങോട്ട് നീക്കുക. ഇതാണ് ബി. നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ റെഡ് കളറിൽ കാണിക്കാം. ഗ്രാഫിക്സിൽ സ്റ്റൈല് കളർ റെഡ് കളറിൽ കാണിക്കാം കേട്ടോ. ഇതാ ബി കാണുന്നുണ്ട്. ബി ഞാൻ അനിമേറ്റ് ചെയ്യാണ്. ആദ്യം ട്രേസ് ഓൺ ആക്കുക. ട്രേസ് ഓൺ, ഇതാ ട്രേസ് ഓൺ ആക്കുന്നു. എന്നിട്ട് സ്ലൈഡറിന് അനിമേഷൻ കൊടുക്കുന്നു. സ്ലൈഡറിന് അനിമേഷൻ കൊടുത്താൽ ട്രേസ് ഓൺ ആയിട്ടില്ല അല്ലേ, ട്രേസ് ഓൺ ആയിട്ടില്ല. ട്രേസ് ഓൺ ആയി. ഇനി ഞാൻ ഇതിന് അനിമേഷൻ കൊടുക്കുന്നു. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രാഫ് സൈനക്സിൻ്റെ ഗ്രാഫാണ്. ഇത് ഇൻക്രീസിങ് എന്ന് കൊടുത്തത് കൊണ്ടാണ് വൺ സൈഡിലേക്ക് പോകുന്നത്. കണ്ടോ, ഗ്രാഫ് വൺ സൈഡഡ് ആയിട്ടേ പോവുള്ളൂ, ബാക്കിലേക്ക് റിവേഴ്സിൽ വരില്ല. ഓസിലേറ്റിംഗ് ആണെങ്കിലാണ് ബാക്കിലേക്ക് വരിക. ഇപ്പോൾ വൺ സൈഡ് അത് പോവുള്ളൂ, കാരണം നമ്മൾ സ്ലൈഡർ അങ്ങനെയാണ് സെറ്റാക്കിയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഗ്രാഫ് സൈനക്സിൻ്റെ ഗ്രാഫാണ്, കാരണം നമ്മുടെ ഡെഫിനിഷൻ അതാണ്. ഇനി അതിന് ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ബിക്ക് ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ എഡിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ബിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഡെഫിനിഷൻ കാണിക്കും, ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുക. അതാ ഇൻപുട്ട് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ബിക്ക് നമ്മൾ ബി ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. ബിയുമായിട്ട് ഇവിടെ ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻപുട്ട് ബോക്സ് കാണാം. കണ്ടോ, ഇതിൽ ഡെഫിനിഷൻ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് സ്മോൾ ഉള്ളത് ഞാൻ മീഡിയം ആക്കുന്നു. ഇതാ നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ സൈൻ്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്, കാരണം വൈ ഓഫ് പി ആണ്. കണ്ടോ, വൈ ഓഫ് പി കണ്ടില്ലേ. ഇനി ഞാൻ ഇത് എക്സ് ഓഫ് പി ആക്കിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, എക്സ് ഓഫ് പി ആക്കിയാൽ കോസിൻ്റെ ഗ്രാഫ് കിട്ടും. ജസ്റ്റ് ആനിമേഷൻ ഇവിടെ ഓൺ ആക്കി കൊടുക്കുന്നു. അപ്പം വരയ്ക്കുന്ന ഗ്രാഫ് കോസ് എക്സ് ആട്ടോ, ശ്രദ്ധിച്ച് നോക്കണം. നേരത്തെ വരച്ച ഗ്രാഫല്ല ഇത്, കോസ് എക്സിൻ്റെ ഗ്രാഫാണ്. കോസ് 0 1 അല്ലേ, 1 പാസ് ചെയ്യും. നേരത്തെ 0 പാസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് സീക്ക് എക്സ് വേണമെങ്കിൽ എന്താ ചെയ്യാം, സീക്ക് എക്സ് വേണമെങ്കിൽ 1/cos ആണ് വരയ്ക്കേണ്ടത്. 1/cos, കോസിന് പകരം എക്സ് ഓഫ് പി കൊടുത്താൽ മതി. 1/x ഓഫ് പി ട്രേസ് ചെയ്യുന്നു. 1/x ഓഫ് പി കൊടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രാഫ് സീക്ക് എക്സ്. സ്ലൈഡറിൻ്റെ അനിമേഷനാണ് ഓൺ ആക്കേണ്ടത് കേട്ടോ. സ്ലൈഡറിൻ്റെ അനിമേഷൻ ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രാഫ് 1/cos x, അതായത് സീക്ക് എക്സിൻ്റെ ഗ്രാഫ്. അങ്ങനെ നമ്മൾക്ക് ബിയുടെ ഡെഫിനിഷൻ മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ ഗ്രാഫ്, ബിയുടെ കോർഡിനേറ്റ്സിനനുസരിച്ച് നമുക്ക് ഡെഫിനിഷൻ മാറ്റുമ്പോൾ ഗ്രാഫ് ലഭിക്കും. ഇപ്പോൾ ഞാൻ ഗ്രാഫിക്സ് ടൂലാണ് ചെയ്തത് കണ്ടോ. ഗ്രാഫിക്സ് ടു ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വ്യൂവിൽ പോയിട്ട് ഗ്രാഫിക്സ് ടു ഒന്നും കൂടെ അൺടിക്ക് ചെയ്താൽ ഗ്രാഫിക്സ് ടു ഒഴിവായിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രാഫിക്സിൽ തന്നെ ഇതിൻ്റെ ഗ്രാഫ് വരക്കാൻ സാധിക്കും. അതാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ലാബ് 4മായി ബന്ധപ്പെട്ട്. ജസ്റ്റ് ആ സർക്കുലർ ഫങ്ഷൻസ് എങ്ങനെ യൂണിറ്റ് സർക്കിൾ വരച്ചിട്ട് ഈ ടേബിൾ എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും, ഡൊമെയിൻ റേഞ്ചൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഈ ടേബിൾ ഫില്ല് ചെയ്യലും ഈ ഗ്രാഫ് വരക്കലുമാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. പിന്നെ ഇത് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്. സൈൻ എക്സ് എപ്പോഴാണ് 0 വരുന്നത് എന്നുള്ളതും സൈൻ എക്സ് എപ്പോഴാണ് 1 വരുന്നത് എൻ്റെ ഒരു സിംഗിൾ ആംഗിൾ എഴുതി കൊടുത്താൽ മതി. ഒരുപാട് ആംഗിൾസ് ഉണ്ട്. സൈൻ എക്സ് 0 വരുന്നത് നിങ്ങൾക്കറിയാം, 0, π, 2π, 3π ഒക്കെ 0 ആണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഫില്ല് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഒരു സിംഗിൾ ആംഗിൾ ഇവിടെ എഴുതി കൊടുക്കുക. പിന്നീട് ഗ്രാഫാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഈസി ആയ ഒരു ലാബാണ് ട്രിഗോണോമെട്രി എന്ന് പറയുന്ന ലാബ്. വളരെ വൃത്തിയായിട്ട് ഈ ഒരു പ്രൊസീജിയർ പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ടൈപ്പ് ചെയ്യുമ്പോൾ ഒ എന്ന് ടൈപ്പ് ചെയ്യുക, 0 എന്ന് ടൈപ്പ് ചെയ്യരുത്. പോയിൻറ്റിൻ്റെ പേര് ഒരിക്കലും 0 വരില്ല, ലെറ്റേഴ്സാണ് വരിക. ഒ ഈക്വൽ ടു 0 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ റൊട്ടേറ്റ് എന്നുള്ള കമാൻഡ് കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ. റൊട്ടേറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുക്കുക. റേഡിയൻ മെഷറിലാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. വളരെ വൃത്തിയായിട്ട് ലാബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു ശുഭ ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.